അല്ല, അവര് സൂരജിനെ ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പറഞ്ഞു? ആ, 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 അതൊന്നും എനിക്കറിയില്ല. സൂരജിനെ അറിയാവുന്ന ആളുകളാണോ? അല്ലാന്നാ തോന്നുന്നത്. അവരെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. വന്നവർ മലയാളികളാണോ അതോ കർണാടകക്കാരാണോ? വന്നവര് മലയാളികൾ തന്നെയാ. അവരുടെ രീതികളും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ല. ഒട്ടും മനസാക്ഷിയില്ലാതെ പെരുമാറുന്നവരാണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ സൂരജിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അല്ല, പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയല്ലല്ലോ അവരാവശ്യപ്പെടുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ 1 കോടി രൂപ സംഘടിപ്പിക്കുന്നത്? എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് രൂപവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മനോജിനെ വിളിച്ചത്. ഹരി വിവരം അറിയിച്ചോ? ഇല്ല. മീരയുടെ കാര്യത്തിൽ ഹരി ആകെ ടെൻഷനില്ല. അതിന്റെ കൂടെ ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതാ ഞാൻ പറയാതിരുന്നത്. അല്ല, പറയാതിരുന്നോണ്ട് കാര്യമുണ്ടോ? എന്തായാലും ഹരി അറിയേണ്ടതല്ലേ? അതെ, പറയണം. പക്ഷേ അതിനു മുമ്പ് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണ്ടേ? എൻ്റെ കയ്യിലൊരു 30 ലക്ഷം രൂപയുണ്ട്. ബാക്കി പണം എങ്ങനെങ്കിലും സംഘടിപ്പിച്ചാൽ എല്ലാം ശരിയാവും. ബാക്കി പണം ഒരു ചെറിയ തുകയല്ലല്ലോ. അത് ക്യാഷായിട്ട് റെഡിയാക്കാൻ സമയമെടുക്കില്ലേ? അതുവരെയുള്ള എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടിയും പറയണ്ടേ? സൂരജിന്റെ മുത്തശ്ശൻ പറഞ്ഞതിനപ്പുറം ഇതിന് മറ്റെന്തൊക്കെയോ കാരണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നറിയാതെ നമ്മൾ ഇതിനിറങ്ങി പുറപ്പെടാൻ പാടില്ല. അല്ല, അവര് പറയുന്നത് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ എവിടെ പോയി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും? പണത്തിന് വേണ്ടിയാണ് അവർ സൂരജിനെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് കിട്ടുന്നത് വരെ അവർ ഭയപ്പെടുത്തുന്നതല്ല, മറ്റൊന്നും ചെയ്യില്ല. അതല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഭയക്കണം. അങ്ങനെ ഒരു പേടി എനിക്കുമുണ്ട്. അതെന്താ? അല്ല, ഇവര് മുമ്പ് സൂരജുമായി പ്രശ്നമുണ്ടായ ആൾക്കാരാരെങ്കിലും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, അവരുടെ സംസാരത്തില് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതാ. അവരെന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും പണം സംഘടിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ നടക്കുമെന്നും സൂരജ് ഉണ്ടാക്കി വെച്ച നഷ്ടങ്ങൾ പലിശ സഹിതം പരിഹരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യമൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമല്ലെന്നാ പറഞ്ഞത്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇത്രയൊക്കെ പണം വെറുതെ എടുത്തു തരാൻ പറ്റുമോ? നിങ്ങൾ വക്കീലിനോട് ഒന്നുകൂടെ സംസാരിക്കേ. ഞാനങ്ങനെ കാര്യം കഴിഞ്ഞപ്പോ കാല് വാരിയതൊന്നും അല്ല. അങ്കിൾ ഇപ്പോഴും ജാമ്യത്തിൽ തന്നെയല്ലേ? കേസ് കഴിഞ്ഞതൊന്നുമില്ലല്ലോ. ഓ, അങ്ങനെ നിങ്ങൾ അങ്കിളിനെ അകത്താക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ വാശി പിടിപ്പിക്കല്ലേ. ഇനി അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കും അത് തന്നെ നല്ലതെന്ന് ഞാനും ചിന്തിക്കും. അതോടെ പ്രശ്നം തീരുമല്ലോ. ശരി, എന്തായാലും വക്കീലിനോട് സംസാരിച്ചിട്ട് വിളിക്ക്. മാക്സിമം കുറയ്ക്കാൻ പറ. നിങ്ങൾ പറയുന്ന എമൗണ്ട് ഒന്നും എനിക്ക് മുതലാവില്ല. അപ്പൊ ഓക്കെ. എന്താ പ്രശ്നം? മഹിയങ്ങളുടെ വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചതാ. അവർക്ക് പണം കൊടുക്കുന്ന കാര്യം മഹിയങ്ങൾ പറഞ്ഞിരുന്നു. അവരിപ്പോ വലിയ എമൗണ്ട് ഒക്കെയാ ചോദിക്കുന്നത്. അത്രയൊക്കെ നമ്മൾ എവിടുന്ന് എടുത്തു കൊടുക്കാനാ? എത്രയാ ചോദിച്ചത്? ഓരോ സമയത്ത് ഓരോന്നാ പറയുന്നേ. 10 ലക്ഷം രൂപ ഫീസും പിന്നെ സ്റ്റാമ്പ്, പേപ്പർ, പേന, പെൻസിൽ എന്നൊക്കെ പറഞ്ഞ് വേറെ ലക്ഷങ്ങളുടെ കണക്കും പറയുന്നുണ്ട്. പവൻ കണക്കിന് സ്വർണം കൊണ്ട് പേന ഉണ്ടാക്കിയാലും ഇത്രയൊന്നും പണം ആവില്ലല്ലോ. അയാള് ജാമ്യത്തിലിറക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് ഏണിയാവുന്നു. അന്ന് നീ എന്നെ വഴക്ക് പറഞ്ഞ് വായ അടപ്പിച്ചു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. അന്ന് എനിക്ക് അങ്കിളിന് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അന്ന് കാശ് മുടക്കുന്നത് ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ നടന്നു കഴിഞ്ഞല്ലോ. മീര ഇവിടുന്ന് പോയി. ഇനി ഞാനെന്തിനാ അങ്കിളിനെ വെറുതെ ചുമക്കുന്നത്? അത് മാത്രല്ല, അങ്കിളിനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു പ്രയോജനവും ഇല്ല. അത് ശരി, താൻ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? കാര്യം അയാൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും താൻ ഇപ്പൊ പറഞ്ഞ രീതി അത് ശരിയല്ല. തന്റെ ആവശ്യം കഴിയുമ്പോൾ ഒരാളെ ഉപേക്ഷിക്കുന്നതേ എന്ത് മര്യാദയോടോ? നിങ്ങൾ എന്നെ ഇപ്പൊ തെറ്റി ശരിയൊന്നും പഠിപ്പിക്കാൻ വരണ്ട.
ഞാൻ എന്റെ കാര്യങ്ങളെ എങ്ങനെ സേഫായി നോക്കാന്നാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞ നിനക്കും ആദർശനും ഒരേ സ്വഭാവ. രണ്ടുപേര് രണ്ട് തരത്തില് വലിയ സ്വാർത്ഥരും ഈഗോയുടെ കൂടുവാണ്. ഓ, നിങ്ങൾ പിന്നെ ഹരിചന്ദ്രനല്ലേ? സത്യം മാത്രം പറഞ്ഞ് ധർമ്മം മാത്രം പ്രവർത്തിച്ച് ജീവിക്കുകയല്ലേ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ, വിഘ്നേഷ് ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ മറുപടി പറയേ. ശരി, എന്താന്ന് വെച്ചാ പറ. ഞാൻ ഇവിടെ തലകുത്തി മറിഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് മീര ഇവിടെ നിന്ന് ചാടിക്കാനാ. അത് സംഭവിച്ച സ്ഥിതിക്ക് നമുക്കിനി അങ്ങളെ കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ലാതെ നമ്മൾ ഇത്രയും പണം വെറുതെ മുടക്കണോ? പിന്നെ മുടക്കാതെ ഇനി എന്ത് ചെയ്യും? വക്കീലിന് നീ കാശ് കൊടുക്കാതിരുന്ന അയാള് കോടതിയിൽ വാദിക്കില്ല. അതോടെ മഹിയങ്കിള് വീണ്ടും അകത്താവും. പിന്നെ നമ്മളോടും അയാൾക്ക് വൈരാഗ്യമാവും. ഉള്ളിൽ നിറയെ വിഷമാണ് ആ മനുഷ്യന്. അയാളുടെ വൈരാഗ്യം നമ്മൾ സമ്മതിച്ചു വെച്ചാലേ എപ്പോഴെങ്കിലും നമുക്ക് അയാൾ പണി തരുമെന്നുള്ളതേ ഉറപ്പാ. ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ്ണിനെ അനന്തരം അവനെ കേസിൽ കൊടുക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞ മനസ്സായാളുടേത്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ ഈ പണമൊക്കെ മുടക്കി അങ്കിളിനെ രക്ഷിച്ചാലും അതുകൊണ്ട് തലവേദന തീരില്ലല്ലോ. ഇനിയുള്ള കാലം മുഴുവൻ നമ്മൾ ചുമക്കേണ്ടി വരും. കമ്പനിയിൽ ജോലി കൊടുക്കണം, നല്ല ശമ്പളം കൊടുക്കണം, വീട്ടിലെ അടക്കം എല്ലാ ചെലവും നോക്കണം. ഇതിനിടയിൽ അങ്കിള് കമ്പനിയിൽ കള്ളത്തരം കാണിച്ച അതും സഹിക്കണം. പിന്നെ കമ്പനിയുടെ ഷെയർ അങ്ങനെ ചോദിച്ചാ അതും കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വെറുതെ അത് ചുമക്കാതെ ആ വക്കീലിനെ സെറ്റാക്കി അങ്കിളിനകത്ത് തന്നെ ഇടുന്നതാ നല്ലത്. ഇപ്പൊ അവർ ചോദിക്കുന്നതിന്റെ പകുതി പേയ്മെന്റ് കൊടുത്താ അത് സെറ്റിൽഡ് ആക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നടന്ന അങ്കിള് നമ്മളെ സംശയിക്കുകയില്ല. ഓ, എന്തൊരു ചിന്തയാണോ തൻ്റെത്! ഇത്രയും ക്രിമിനൽ കുരുട്ടുബുദ്ധി തന്റെയൊക്കെ തലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇരിക്കും മോളെ. എനിക്ക് ആകെ ഒരു സമാധാനമില്ല മോളെ. എങ്ങനെയെങ്കിലും സൂരജിനെ രക്ഷിക്കണം. പണം കൊടുക്കാൻ നമ്മൾ താമസിക്കും തോറും സൂരജിനെ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പണം റെഡിയാക്കി കൊടുക്കാൻ ഒരു സാവകാശം ചോദിച്ചിട്ടുണ്ടെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത്? അതെ, എന്നാലും ദുഷ്ട മനസ്സുള്ളവർക്ക് പറയുന്ന വാക്കിന് എന്തെങ്കിലും വില കാണുമോ മോളെ? അവർക്ക് തോന്നുന്നത് പോലെ അവര് പ്രവർത്തിക്കില്ലേ? പണം കൊടുക്കാൻ വൈകുന്നതിന് അവർക്ക് ദേഷ്യമോ മറ്റോ തോന്നി അവരെ സൂരജിനെ വേദനിപ്പിച്ചാലോ? അവന് നല്ല ആഹാരം കൊടുക്കുന്നുണ്ടാവോ? കുടിക്കാൻ വെള്ളമോ കിടക്കാൻ എന്തെങ്കിലും സൗകര്യമോ ചെയ്തു കൊടുക്കുന്നുണ്ടാവോ? എല്ലാം ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷനാ മോളെ. നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവരാവശ്യപ്പെടുന്ന തുക ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നമുക്ക് അച്ഛനോട് പറയാം. അത് വേണ്ട മോളെ. ഹരിയേട്ടന് മീരമോളുടെ മനസ്സല്ല. ഞങ്ങള് വിഗ്രഹം എടുക്കാൻ കൂട്ടുനിന്നു എന്നൊക്കെ ഹരിയേട്ടൻ അറിഞ്ഞ അതൊക്കെ വലിയ പ്രശ്നമാവും. എനിക്ക് ഹരിയേട്ടന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഹരിയേട്ടൻ എന്നോട് എന്ത് ചോദിച്ചാലും പറയാൻ ഒരു ന്യായീകരണം പോലും ഇല്ല. ചെയ്തതൊക്കെ അത്രയ്ക്ക് വലിയ തെറ്റാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിത് പറയാൻ വയ്യ. അങ്ങനെ ആലോചിക്കുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതല്ലാതെ ഒരു വഴിയും എനിക്ക് തോന്നുന്നില്ല. ബീനാമ്മ എന്താ പറഞ്ഞു വരുന്നേ? ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയല്ലേ? ഈ ലോകം നിയന്ത്രിക്കാനും ഭക്തരെ അനുഗ്രഹിക്കാനും ഒരു വിഗ്രഹമായി ഒരു സ്ഥലത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? കുടുംബക്ഷേത്രത്തിലെ ആ വിഗ്രഹം കൊടുത്താ നമുക്ക് സൂരജിനെ രക്ഷിക്കാൻ പറ്റില്ലേ? മറ്റൊരു വഴി എനിക്ക് തോന്നാത്തത് കൊണ്ടാ ഞാനിത് മോളോട് പറഞ്ഞത്. മോൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. മോളെ, ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്വന്തം മകനെ രക്ഷിക്കാൻ ഒരമ്മ ആലോചനയില്ലാതെ പറയുന്ന വാക്കുകളായിട്ട് കരുതിയാൽ മതി.
എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. അവനെ എനിക്ക് രക്ഷിക്കാനാവാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ഞാനും ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടാ എന്റെ ചിന്തകൾ കാട് കയറി എന്തൊക്കെയോ പറയുന്നത്. ബീനാമ്മ വിഷമിക്കാതെ. ബീനാമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് ചോദിച്ച പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രം. അതിനെന്തെങ്കിലും വഴി തരാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ ബീനാമ്മ ഇപ്പൊ പറഞ്ഞതൊന്നും ചിന്തിക്കേ വേണ്ട. ചിന്തിച്ചാലും അതൊരിക്കലും നടക്കാത്ത കാര്യം. ആ വിഗ്രഹത്തിൽ മറ്റൊരു മനസ്സോടെ തൊട്ടവരൊന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറയാതെ തന്നെ ബീനാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അതെ മോളെ, അറിയാം. ഒരിക്കൽ എല്ലാം നന്നായി അറിഞ്ഞതാ. അതിന്റെ സങ്കടങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. എന്നാലും എത്രയൊക്കെ വേദനകളും യാതനകളും അനുഭവിച്ചാലും ഒരമ്മയ്ക്ക് മക്കളുടെ ജീവനപ്പുറം മറ്റൊന്നും വലുതായിട്ടില്ല. അവിടെ ഈശ്വരനേക്കാൾ വലുതായി സ്വന്തം കുഞ്ഞിന്റെ രക്ഷയെ ഒരമ്മ നോക്കൂ. ബീനാമ്മേ, കരയാതെ, വിഷമിക്കാതിരിക്ക. എന്തെങ്കിലും ഒരു വഴി തെളിയും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. എല്ലാം ശരിയാവും. ചില കാര്യങ്ങൾ ഹരിയെ അറിയിക്കാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്താ മനോജ്? സൂരജിന്റെ മുത്തശ്ശനെ കണ്ടിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അത് സൂരജിനെ ആരോ കാറിൽ കൊണ്ടുപോയ കാര്യമല്ലേ? ആ, അതല്ല, സൂരജിനെ കൊണ്ടുപോയർ വീണ്ടും മുത്തശ്ശനെ കണ്ടിരുന്നു. അങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല. ഹരിയെ അറിയിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ തന്നെ ഹരിയെ അറിയിക്കാന്ന് വെച്ചത്. എന്നാലും എന്നോടെന്താ പറയാതിരുന്നത്? സൂരജിനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നതല്ലേ? അതെ, ഹരിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ അദ്ദേഹം പറയാതിരുന്നത്. അതെന്ത് ന്യായമാ? സൂരജിനെ കുറിച്ചുള്ള വിവരം അറിയാൻ ഞാനും ഓടി നടക്കുമല്ലേ? എന്നിട്ടും എന്തെങ്കിലും വിവരം കിട്ടുമ്പോ അത് ഞാൻ വിഷമിക്കുമെന്ന് കരുതി പറയാതിരുന്നാ അതെങ്ങനെ ശരിയാകും? സൂരജിനെ അവർ കിഡ്നാപ്പ് ചെയ്തതാ. കിഡ്നാപ്പോ? അവനെ വിട്ടുതരാൻ വേണ്ടി 1 കോടി രൂപയാ ചോദിക്കുന്നത്. അത്രയും പണം എങ്ങനെ സംഘടിപ്പിക്കാനാ? അത് മാത്രമല്ല, മീരയുടെ കാര്യത്തിൽ ഹരി നല്ല ടെൻഷനിലാണല്ലോ. അതുകൊണ്ടാ പറയാതിരുന്നതെന്നാ മുത്തശ്ശൻ എന്നോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നി. അതാ ഞാൻ ഉടൻ തന്നെ ഹരി അത് അറിയിക്കാമെന്ന് വെച്ചത്. പൊരുത്തക്കേടോ? സൂരജിനെ അറിയാവുന്നവർ ആരെങ്കിലും ആണോ ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോൾ പഴയ എന്തോ നഷ്ടം നികത്താനാണ് സൂരജിനെ പിടിച്ചു വെച്ച് പണം ചോദിക്കുന്നതെന്ന് ഒരു സംശയം പറഞ്ഞു. ഇതൊക്കെ എന്താണ് മനോജ്? ആരാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 1 കോടി രൂപയൊക്കെ നഷ്ടം വരുത്താൻ മാത്രം സൂരജ് എന്താ ചെയ്തത്? 1 കോടിയൊന്നും ആയിരിക്കില്ല. 5 ലക്ഷം രൂപ പോയാലും തിരികെ 5 കോടി ചോദിക്കുന്ന രീതിയല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക്. എന്നാലും അവരാരാണെന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ ഞാൻ ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നാ പറഞ്ഞത്. സൂരജിനെ അവരെ എവിടെയാ പിടിച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതൊന്നും പറയുന്നത് പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ശരിയാ, വേണ്ട മുൻകരുതലുകൾ അവർക്കുണ്ടാവല്ലോ. അതെ, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാതെ എടുത്തുചാടി ഒന്നും ചെയ്യാതിരിക്കുന്നേ നല്ലത്. ഞാനെന്തായാലും മുത്തശ്ശനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആദ്യം എന്നെ ഇതെല്ലാം അറിയിക്കാതിരുന്നത് എന്താണെന്ന് അറിയണ്ടേ? അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതെ, അതാ നല്ലത്. വിദ്യയെ ഞാൻ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല, ധന്യയോടും പറഞ്ഞിട്ടില്ല. എല്ലാം ഹരിയോട് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും സൂരജിനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ മനോജിനെ വിളിക്കാം. ശരി ശരി.
ഒരു സംഭവം ഉണ്ടായിട്ട് ബീനെ അത് എന്തിനാണ് എന്നോട് മറച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഹരിയേട്ട, ഞാൻ എന്തിനാണെന്ന് പരുങ്ങുന്നേ, കാര്യം പറ. മീരമ്മളുടെ കാര്യങ്ങളിൽ തന്നെ ഹരിയേട്ടൻ ടെൻഷനിലായിരുന്നില്ലേ? അതിന്റെ ഇടയിൽ പിന്നെ ഈ കാര്യം കൂടി ആവുമ്പോ അത് അതിലും വലിയ ടെൻഷൻ ആവുമെന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നത്. സൂരജിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാതിരുന്നപ്പോ ഞാൻ ടെൻഷൻ ആയതും അവനെ തിരക്കി അലഞ്ഞതും ബീനയ്ക്ക് അറിയാമായിരുന്നില്ലേ? ഇപ്പൊ അവനെ രക്ഷിക്കാൻ ഒരു വഴി തെളിഞ്ഞപ്പോ അത് മറച്ചു വെച്ചിട്ട് ന്യായം പറയുന്നത് എന്തിനാ? അതോ സൂരജിനെ ഞാൻ എന്റെ സ്വന്തം മകനായിട്ട് കാണുന്നില്ല എന്ന ചിന്ത ഉള്ള ബീനയ്ക്കുണ്ടോ? എന്താ ഹരിയേട്ട ഇത്? എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ബീനയ്ക്കുണ്ടായതിന്റെ ഇരട്ടി വിഷമമാണ് മനോജ് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോ എനിക്കുണ്ടായത്. അച്ഛാ, ബീനാമ്മയെ വഴക്കു പറയല്ലേ. ഇപ്പൊ തന്നെ ബീനാമ്മ ആകെ തളർന്ന അവസ്ഥയില. വിഷമം എനിക്കുണ്ട് മോളെ. ഇവര് തനിച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്ന നിസ്സാര തുകയൊന്നുമല്ല. എന്നെ അറിയിക്കാതെ ഒറ്റയ്ക്ക് അത്രയും പണം ബീന എങ്ങനെ ഉണ്ടാക്കാനാ? ഹരിയേട്ടനും ഇതൊരു വലിയ തുക തന്നെയല്ലേ? സൂരജിനെ രക്ഷിക്കാൻ ഇത്രയും പണം വേണമെന്നറിഞ്ഞിട്ട് അത് കണ്ടെത്താൻ ഹരിയേട്ടന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ സങ്കടമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇനി ഒരു ന്യായവും പറയണ്ട. താൻ മറച്ചു വെച്ചാലും ഞാനിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നമ്മൾ എന്ത് ചെയ്യും ഹരിയേട്ട? എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കും? ആരാ നമ്മളെ ഒന്ന് സഹായിക്കുന്നത്? താൻ ടെൻഷൻ ആവാതെ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. അതല്ല ഹരിയേട്ട, താമസിക്കും തോറും എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവും. എന്റെ കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഈ പ്രതീക്ഷ വന്നിരിക്കുന്നത്. ഈ അവസരം കൂടി എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ബീനാമ്മ സമാധാനിക്ക. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. എന്തു മാർഗമാ മോളെ? ആരുടെ കയ്യിലാ ഇത്രയും പൈസ ഉണ്ടാവുന്നത്? സൂരജിന്റെ മുത്തച്ഛന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. മനോജിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ഉറപ്പായിട്ടും മനോജ് ചെയ്യും. കാരണം സൂരജ് തിരിച്ചു വരണമെന്നുള്ളത് നമ്മളെ പോലെ മനോജിന്റെ ആവശ്യമാണ്. എന്നാലും അത് അവര് പറഞ്ഞ തുക ആവില്ലല്ലോ ഹരിയേട്ട. ഞാനും ശ്രമിക്കാം. ഏതായാലും മോശമില്ലാത്തൊരു തുക സംഘടിപ്പിക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. പക്ഷേ അതിന് കുറച്ച് സമയം വേണം. നമ്മൾ താമസിക്കും തോറും അവരെന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലേ? എന്തായാലും പണം കണ്ടെത്തിയല്ലേ പറ്റൂ ബീനാമ്മ. നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ അയാളോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാള് സമ്മതിക്കണം. ആരുടെ കാര്യ ബീനാമ്മ പറയുന്നേ? ആദർശനോട്. ആദർശം? അതെ, ഈ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ആദർശിനെ കൊണ്ടേ സാധിക്കൂ. ആദർശ് വിചാരിച്ച ഈ തുക നിസ്സാരമായിട്ടുണ്ടാക്കാം. അതൊന്നും വേണ്ട. ഈ സമയത്ത് എന്തിനാ ഹരിയേട്ടാ നമ്മൾ ഈഗോ കാണിക്കുന്നത്? എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ച് നമ്മുടെ ആവശ്യം നടത്തിയെടുക്കുകയല്ലേ വേണ്ടത്? അതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ മോളെ വേണ്ടാന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ആളോട് ഏത് ബന്ധത്തിന്റെ പേരിൽ ചെന്ന് സഹായം ചോദിക്കും? ആവശ്യം നമ്മുടേതായി പോയില്ലേ ഹരിയേട്ട? അല്ലെങ്കിൽ തന്നെ സൂരജിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആദർശനുള്ളതല്ലേ? ആദർശന് വേണ്ടിയല്ലേ എന്റെ മോൻ കർണാടകയിൽ പോയത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആദർശേട്ടൻ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതാ നല്ലത്. അതെ, മീരയും നമ്മളെ താഴ്ത്തി കെട്ടാൻ ഒരവസരം നോക്കിയിരിക്കുന്നവരാ ആദർശന്റെ വീട്ടുകാർ. നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചു ചെന്നാൽ ആ അവസരം ആ അഭിരാമി നന്നായിട്ട് വിനിയോഗിക്കും. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നമ്മൾ എന്താ ഹരിയേട്ടാ ചെയ്യാ? ആരോടാ ചോദിക്കേണ്ടത്? ബീന, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ എന്തെങ്കിലും വഴി നോക്കാം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും വരണ്ട. ഞാൻ പോയി ആദർശനെ കാണാം. വേണമെങ്കിൽ കാല് പിടിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബീന, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല. ഞാനൊന്ന് ശ്രമിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുക്കാം.